ഇന്ന് മൈജിയുടെ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. 2 ടീമുകളായി തിരിഞ്ഞ് ഒരു വിധികർത്താവും ഉണ്ടാകുവാനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. എന്നത്തെ പോലെ ഇന്നും നമ്മുടെ അനീഷായിരുന്നു വിധികർത്താവായിട്ടുണ്ടായിരുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ കയ്യിൽ ഒരു ക്യൂ കാർഡ് ഉണ്ടാകും. അതിൽ കുറച്ച് കിച്ചൺ ഹോം അപ്ലയൻസസിൻ്റെ നെയിമും ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സിൻ്റെ നെയിമും ഉണ്ടായിരുന്നു. അനീഷ് പറയുന്ന ഓരോ ഐറ്റംസിൻ്റെ ഫോട്ടോസ് അവരുടെ ഓപ്പോസിറ്റ് ഷഫിളായി കിടക്കുന്നുണ്ടാകും. 2 ടീമുകളും ഒരേ സമയമാണ് മത്സരിക്കേണ്ടത്. 2 ടീമിൽ നിന്ന് ഓരോരുത്തരായി വേണം വരാൻ വേണ്ടി. അങ്ങനെ അനീഷ് പറയുന്ന ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അത് ആ ഷഫിളായ കാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവർക്കായി സ്ഥാപിച്ച ബോർഡിൽ കൊണ്ടുപോയി ഒട്ടിക്കുക എന്നതായിരുന്നു ടാസ്ക്. ചിലപ്പോൾ ഒരു ഐറ്റമിൻ്റെ ഒരു ഫോട്ടോയായിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ അത് 5 എണ്ണം വരെ എത്തിയേക്കാം. ആരാണോ ഏറ്റവും കൂടുതൽ ഒട്ടിക്കുന്നത് അവർക്ക് ഒരു പോയിന്റ് ലഭിക്കുമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അങ്ങനെ 2 ടീമുകളും വളരെ വാശിയോടുകൂടി മത്സരിച്ചു. ഇതിനിടയിൽ നെവിൻ ഒന്ന് ചെറുതായി ഒന്ന് വീണു. എങ്കിലും കാര്യമായ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും ചെറിയൊരു വേദന നെവിൻ്റെ കാലിന് പറ്റി. ഇത്തവണ വിജയിച്ചിരിക്കുന്നത് ഷാനവാസിന്റെ ടീമായിരുന്നു. നെവിൻ്റെ ടീം ചെറുതായി ഒന്ന് പരാജയപ്പെട്ടു. എങ്കിലും വളരെ വീറോടും വാശിയോടും കൂടിയ മത്സരം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.